വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കാഡ്കോയിൽ ക്രമക്കേട് നടന്നെന്ന് വിജിലൻസ് കണ്ടെത്തൽ. കിട്ടിയ വർക്ക് ഓർഡറുകളെല്ലാം ഒന്നോ രണ്ടോ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മാത്രമായി നൽകിയെന്നും ടെൻഡറുകൾ അട്ടിമറിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. ഇതിന്റെ ചുമതലയുള്ള കാഡ്കോ കോഴിക്കോട് റീജിയണൽ മാനേജറായ എസ് ആർദറിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, കാഡ്കോയുടെ ഈ തട്ടിപ്പിനെ കുറിച്ച് പ്രസാദ് നേരത്തെ തന്നെ വാർത്ത നൽകിക്കൊണ്ടിരുന്നതാണ്. എങ്ങനെയാണ് ഈ ഇടപാടുകൾ നടത്തുന്നത്, അതിൽ ഉദ്യോഗസ്ഥരെ വരെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ആധികാരികമായ ഒരു രേഖ ഇതിന്മേൽ വരികയാണ്. അതിന്റെ ഉള്ളടക്കം എന്താണ് പ്രസാദ്? സുജയ പറഞ്ഞതുപോലെ നമ്മൾ ഈ കാഡ്കോയിലെ വാർത്ത നമ്മൾ നിരന്തരം ഫോളോ ചെയ്തതാണ്. അവിടെ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതായിരുന്നു വാർത്ത. കോഴിക്കോട് റീജിയൻ കേന്ദ്രീകരിച്ചായിരുന്നു വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുന്നത്. സുജയ, വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമാണ് ആർട്ടിസൺ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കാഡ്കോ എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അത് സർക്കാരിൻ്റെ ഒരു അക്രഡിറ്റഡ് ഏജൻസിയാണ്. അതായത് സർക്കാർ വകുപ്പുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യാം. ഈ വകുപ്പുകൾക്കുള്ള അതിലുള്ള ഒരു സുഖം എന്ന് പറയുന്നത് ടെൻഡർ ഇല്ലാതെ തന്നെ ഇവർക്ക് വർക്ക് കൊടുക്കാം. അതായത് സർക്കാരിൻ്റെ അക്രഡിറ്റഡ് ഏജൻസി ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വർക്കുകളാണ് ഓരോ ദിവസവും അവർക്ക് ഓർഡറായി കിട്ടുന്നത്. കാഡ്കോയുടെ ചട്ടമനുസരിച്ച് അതിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത പരമ്പരാഗതമായ ആർട്ടിസന്മാർക്ക് അവരിൽ നിന്ന് ടെൻഡർ സ്വീകരിച്ച് അവർക്ക് വിതരണം ചെയ്യണം എന്നുള്ളതാണ് കാഡ്കോയിലെ ഒരു രീതി. പക്ഷേ കോഴിക്കോട് റീജിയണൽ ഓഫീസിൽ ചെയ്തത് സുജയ, 2-3 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മാത്രമായി ഈ ഓർഡറുകളെല്ലാം നൽകി എന്നുള്ളതാണ്. അത് ടെൻഡർ നടപടികൾ ഒന്നും പാലിക്കാതെ ഫിഡ്കോ എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിന് മാത്രമായി ഇതെല്ലാം നൽകി എന്നതിൻ്റെ വിവരങ്ങൾ, രേഖകൾ സഹിതമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിലുള്ള ഒരു വിജിലൻസിൻ്റെ റിപ്പോർട്ടാണ്. വിജിലൻസ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ആ വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. അതായത് ടെൻഡർ നടപടികൾ പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ട് 1-2 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മാത്രമായി ഈ വർക്ക് ഓർഡറുകൾ നൽകി എന്നുള്ളതാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. പക്ഷേ ഈ വിജിലൻസിൻ്റെ വിജിലൻസ് റിപ്പോർട്ട് പൂഴ്ത്തുന്ന സമീപനമാണ് വ്യവസായ വകുപ്പും സർക്കാരും സ്വീകരിച്ചത്. മാത്രമല്ല സുജയ, കോഴിക്കോട് റീജിയണൽ മാനേജറായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആർദർ എന്ന് പറയുന്ന ആൾക്കെതിരെ ആ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പൂഴ്ത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഈ പറയുന്ന കാഡ്കോയിലെ എല്ലാ ടെൻഡറുകളെക്കുറിച്ചും ആ വ്യവസായ വകുപ്പിൻ്റെ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കണം എന്ന ശുപാർശ കൂടി ഈ റിപ്പോർട്ടിനൊപ്പം വെച്ചിട്ടുണ്ട്. പക്ഷേ വിജിലൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയതോടുകൂടി അതും നടന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി ആകെ കിട്ടിയ ഓർഡറുകളിൽ 90% ഈ പറയുന്ന 2-3 സ്ഥാപനങ്ങൾക്ക് നൽകിയെന്ന ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടും അത് വിജിലൻസ് കണ്ടെത്തിയിട്ടും ഒന്നും ചെയ്യാതെ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ് ഗുരുതരമായ ഒരു തെറ്റ്. അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് സുജയ. ടെൻഡറുകൾ അട്ടിമറിച്ചു എന്നുള്ള റിപ്പോർട്ടാണ്. ഇതിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഒരു സേഫ് സൈഡ് പിടിച്ചു നിൽക്കുകയാണോ പ്രസാദ്? അവരുടെ ഒരു നിലപാട് എന്താണ് ഈ റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോൾ? സുജയ, ഇതുവരെയും അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം കാഡ്കോയുടേതായി പുറത്തു വന്നില്ല. നേരത്തെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം അനൗദ്യോഗികമായി വന്നിരുന്നു. നമ്മളങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിച്ചില്ല, ആ ടെൻഡറുകൾ ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെയാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനൗദ്യോഗികമായി വന്നതെങ്കിൽ പോലും അതിനൊരു കൃത്യമായ വിശദീകരണം ഇതുവരെയും വ്യവസായ മന്ത്രിയുടെ ഓഫീസോ കാഡ്കോയോ നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. സുജയ, ഇതിൻ്റെ ഒരു പ്രശ്നം ഈ പരമ്പരാഗതമായ ആർട്ടിസന്മാർ എന്ന് പറയുന്നവർ ജീവിക്കാൻ വലിയ പാടുപെടുന്നവരാണ്. അവർക്കെല്ലാം കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകളുണ്ട്. ബെഞ്ചുകളും ഡെസ്കുകളും മേശകളും ഒക്കെ ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞ് ഫർണിച്ചർ യൂണിറ്റുകളുണ്ട്. അവരെ ഒന്നും പരിഗണിക്കാതെ ഫിഡ്കോ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അവർക്ക് പരമ്പരാഗതമായ ആർട്ടിസന്മാരില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ജോലിക്ക് വന്ന് ഇവിടെ പണിയെടുക്കുന്നവരാണ്. അവർക്ക് മാത്രമായി 22-23 കണക്കെടുക്കുകയാണെങ്കിൽ 1600 ആകെയുള്ള ഓർഡറുകളിൽ ഏതാണ്ട് 1300 ഓർഡറുകളും ഈ ഫിഡ്കോ എന്ന് പറയുന്ന സ്ഥാപനത്തിന് കൊടുത്തു. സുജയ്, ഊഹിക്കാം ആ തട്ടിപ്പ് എത്രത്തോളം ഭീകരമാണെന്ന്. മാത്രമല്ല സുജയ, ഈ പറയുന്ന കാഡ്കോയുടെ സീലും ലെറ്റർ ഹെഡും ഉപയോഗിച്ച് ഒരു സ്ഥാപനത്തിലേക്ക് ഓർഡർ എടുക്കാൻ പോകുന്നത് സ്വകാര്യ സ്ഥാപനത്തിൻ്റെ, അതായത് ഫിഡ്കോയുടെ പ്രതിനിധിയാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അത് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും അഴിമതിക്കെതിരെ വലിയ യുദ്ധം പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി, കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ തന്നെ വിശദമായി അഴിമതിക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രി ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നു.
ഖാദർ എന്ന് പറയുന്ന CPM ബന്ധമുള്ള റീജിയണൽ മാനേജർ ഇപ്പോഴും അതേ പദവിയിൽ തുടരുന്നു എന്നുള്ള ഗുരുതരമായ കാര്യമാണ് സുജയ ഇതിൽ സംഭവിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ വാർത്തയ്ക്ക് പിന്നാലെയുള്ള നമ്മുടെ അന്വേഷണ യാത്ര തുടരാം. TV പ്രസാദ് ഇപ്പോൾ ആ റിപ്പോർട്ടുകൾ പൂഴ്ത്തിയതിനെക്കുറിച്ച് അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. താങ്ക് യു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത വാർത്തയുമായി.